യേശു കർത്താവിൻ്റെ നിസ്തുല്യപേര നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഇത്തരണത്തിൽ അർപ്പിക്കുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ആയിരിക്കാനായി കർത്താവ് കൃപ ചെയ്യുന്നല്ലോ. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. ദൈവസഭയും പ്രാർത്ഥനയും എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു ചില വേദഭാഗങ്ങൾ എടുത്തുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിക്കകത്തെ 17 പ്രാർത്ഥനകൾ, വളരെ പരമപ്രധാനമായ 17 പ്രാർത്ഥനകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ കൈമാറി. അതിനുശേഷം 17 പ്രാർത്ഥനകൾ പറഞ്ഞുവെങ്കിലും തുടർമാനമായി നാം കേൾക്കുവാൻ പോകുന്ന കാര്യങ്ങൾ പ്രാർത്ഥനാശാസ്ത്രം അല്ലെങ്കിൽ പ്രോസിക്കോമോളജി. എന്താണ് പ്രാർത്ഥന? 14 അധ്യായങ്ങളോടുകൂടെ ഈ വിഷയത്തെ സ്തോത്രം നിങ്ങൾക്ക് മുമ്പിൽ കൈമാറുവാനാണ് താല്പര്യപ്പെടുന്നത്. എന്താണ് പ്രാർത്ഥന? എങ്ങനെ പ്രാർത്ഥിക്കരുത്? എങ്ങനെ പ്രാർത്ഥിക്കണം? വിവിധതരം പ്രാർത്ഥനകൾ, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനയുടെ ഉപമകൾ, യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ എന്നതിൻ്റെ യാഥാർത്ഥ്യം, പ്രാർത്ഥന പഴയ നിയമത്തിൽ, പ്രാർത്ഥന പുതിയ നിയമത്തിൽ, പ്രാർത്ഥന എന്ന പോരാട്ടം, പ്രാർത്ഥന എന്ന ധൂപവർഗം, പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, നാം എന്തിനായി പ്രാർത്ഥിക്കണം എന്നിത്യാദി വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ മുൻപിലേക്ക് വരും. അതിൻ്റെ തുടർമാനമെന്ന വണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്നാൽ എന്താ? വാട്ട് യു മീൻ പ്രയർ? ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. എന്നാൽ പ്രാർത്ഥനയുടെ അതിപ്രധാനമായിരിക്കുന്ന 5 ഗ്രീക്ക് പദങ്ങൾ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 ഗ്രീക്ക് പദങ്ങൾ ഈ ക്ലാസ്സിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ മുൻപിലേക്ക് ഓടി വരാൻ താല്പര്യപ്പെടുകയാണ്. എഴുതിയെടുത്തോളൂ. ഒന്നാമത്തെ പദം പ്രൊസിക്കോമായി. പ്രൊസിക്കോമായി എന്താണ് ആ വാക്കിനർത്ഥം? പ്രൊസിക്കോമായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രാർത്ഥിക്കുക എന്നതാണ്. പ്രോസ്, യുക്കോമായി എന്നീ 2 പദങ്ങൾ ചേർന്നാണ് പ്രൊസിക്കോമായി എന്ന ഗ്രീക്ക് പദം നിലകൊള്ളുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. പ്രോസ്, യുക്കോമായി എന്നീ 2 പദങ്ങളുടെ സംയോജനമാണ് പ്രൊസിക്കോമായി എന്ന ഗ്രീക്ക് പദം. ഏകദേശം ബൈബിളിനകത്ത് 150 പ്രാവശ്യത്തോളം ഈ പദം ന്യൂ ടെസ്റ്റ്മെന്റിൽ കാണുവാൻ കഴിയും. പുതിയ നിയമത്തിനകത്ത് 150 പ്രാവശ്യം. സ്തോത്രം. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥങ്ങൾ? തെളിയിക്കാം. പ്രോസ്, യുക്കോമായി എന്നീ 2 പദങ്ങളുടെ സംയോജനമായി പ്രൊസിക്കോമായി എന്ന പദം നിലകൊള്ളുമ്പോൾ എന്താണ് പ്രോസ്? പ്രോസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം എന്താ? ശ്രദ്ധിക്കൂ. പ്രോസ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്, ഗ്രീക്ക് പദത്തിന് അർത്ഥം ഇതാണ്: മുഖാമുഖം. സ്തോത്രം. മുഖാമുഖം. മുഖാമുഖം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവമുഖത്തേക്ക് നോക്കുക എന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രോസ് എന്ന പദത്തിന് മുഖാമുഖം എന്ന അർത്ഥം നിലകൊള്ളുമ്പോൾ ഒരു വിടുതൽ കാണണമെങ്കിൽ, ഒരു മറുപടി കാണണമെങ്കിൽ, വാക്കുകളുടെ കസർത്ത് നടത്തുന്നതിനേക്കാൾ ഉപരി ആദ്യം ജീവിതത്തിൽ പാലിക്കേണ്ടത് ദൈവമുഖത്തേക്ക് നാം നോക്കുക. ദൈവമുഖത്തേക്ക് നോക്കുക, ദൈവത്തോട് അടുത്തു വരിക. സ്തോത്രം. അതാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ പ്രോസ് എന്ന പദം ദൈവമുഖാമുഖം എന്ന് പറയുമ്പോൾ തന്നെ യുക്കോമായി, എന്താണ് ആ വാക്കിനർത്ഥം? യുക്കോമായി എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം ചോദിക്കുക. സ്തോത്രം. അപ്പോൾ ഒരു വിടുതൽ പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു മറുപടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ,
ഒന്ന്, നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കണം. നോക്കിയത് കൊണ്ട് കാര്യമായില്ല. നിങ്ങൾ ദൈവമുഖത്ത് നോക്കി യുക്കോമായി എന്ന് പറഞ്ഞാൽ ചിലത് ചോദിക്കണം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? തീരുമാനത്തോടെ ചോദിക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ദൈവമുഖത്തേക്ക് നോക്കി നമുക്ക് ആവശ്യമായത് നമ്മൾ ചോദിക്കുക. അതാണ് പ്രാർത്ഥന കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? സ്തോത്രം. ഒത്തിരി ആശയങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ എനിക്കതിനകത്ത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാനായി കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത് വാക്യം, 6-ാമത്തെ അധ്യായം 12-ാമത് വാക്യം, 9-ാമത്തെ അധ്യായം 29-ാമത് വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 15-ാം വാക്യം. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ ഈ വാക്കുകളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അർത്ഥങ്ങളാണ് അതിനകത്ത് കാണുവാനായി കഴിയുന്നത്. ഞാൻ ആ വാക്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി ഞാൻ വീണ്ടും ആവർത്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം എടുത്തെങ്കിൽ ഒന്ന് വായിച്ചാൽ സന്തോഷമായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അക്ഷരാർത്ഥത്തിൽ നേരം വെളുക്കുന്ന സമയത്ത്, അധികാലത്ത്, നിർജ്ജന പ്രദേശത്ത് ആരുമില്ലാതിരിക്കുമ്പോൾ മരുഭൂമിയിൽ യേശു പ്രാർത്ഥിക്കാൻ ചെല്ലുകയാണ്. അവിടെ വെളിപ്പെടുന്ന ഒരു മുഖമുണ്ടെങ്കിൽ അത് പിതാവിൻ്റെ മുഖം മാത്രമാണ്. അപ്പോൾ പിതാവിൻ്റെ മുഖം നോക്കി ദൈവമുഖാമുഖമായി ദൈവത്തോട് യേശു പ്രാർത്ഥനയിൽ മാതൃക കാണിച്ചു തരികയാണ്. 6-ാം അധ്യായം 12-ാമത് വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 6:12. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ദൈവത്തോടുള്ള പ്രാർത്ഥന. അവിടെ എല്ലാം യുക്കോമായി, സ്തോത്രം, ദൈവത്തോടുകൂടെ പ്രോസ് എന്ന പദത്തെ ആമേൻ ആലേഖനം ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അവിടെ വിവക്ഷിക്കുന്നത്. സ്തോത്രം. ഇനി 9:29 അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 15-ാം വാക്യം, 1 തിമോഥെയോസ് 2-ാം അധ്യായം 8-ാം വാക്യം, യാക്കോബിന്റെ ലേഖനം 5:13, യൂദ 1:20. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ദൈവമുഖത്തേക്ക് നോക്കി നമുക്ക് ആവശ്യമായത് ചോദിക്കുന്ന അനുഭവത്തെ കാണുവാനായി കഴിയും. സ്തോത്രം. അതിനർത്ഥം എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒറ്റവാക്കിലത് പറയാം, ദൈവമുഖത്തേക്ക് നോക്കി നടത്തുന്ന അപേക്ഷയാണ് പ്രാർത്ഥന. സ്തോത്രം. അങ്ങനെ ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ മുഖം നോക്കി അപേക്ഷിക്കുമ്പോൾ അവിടെ മനുഷ്യനിൽ ആശ്രയം വയ്ക്കരുത്. പിടികിട്ടുന്നുണ്ടോ? അവിടെ പ്രഭുക്കന്മാരിൽ നിങ്ങൾ ആശ്രയിക്കരുത്. അവിടെ ദൈവത്തിലാണ് നിങ്ങളുടെ ആശ്രയം. കാരണം യേശു പോലും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവൻ ദൈവത്തോടാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഈ പദങ്ങൾ എല്ലാം സ്തോത്രം ദൈവമായിട്ടുള്ള മുഖാമുഖം നോക്കി ആവശ്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു തലം നമുക്കിതിനകത്ത് കാണുവാനായി കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മൺമറഞ്ഞ വിശുദ്ധന്മാരെയോ സ്ലീഹന്മാരെയോ പ്രതിമകളെയോ ഒക്കെ നോക്കി പ്രാർത്ഥിക്കുന്നത് ബൈബിൾ പ്രകാരം പ്രാർത്ഥനയല്ല എന്നുള്ള കാര്യം എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തെ നാം ദൈവഹിതത്തിനായി സമർപ്പിക്കുവാൻ തയ്യാറാകണം. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നാം വരുമ്പോഴാണ് സ്തോത്രം യുഗമായി ദൈവമുഖാമുഖം നോക്കി നമ്മുടെ വിഷയങ്ങളെ തീരുമാനത്തോടെ നാം ചോദിക്കാൻ തുടങ്ങുമ്പോൾ വാസ്തവമായും ദൈവം നമുക്ക് വേണ്ടി മറുപടി നൽകും. സ്തോത്രം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി 2-ാമത്തെ അർത്ഥം എന്താണ്? പ്രാർത്ഥനയുടെ ഗ്രീക്ക് പദം, സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന 2-ാമത്തെ പദം സ്തോത്രം ഡിയോമായി. സ്തോത്രം. ഒന്ന് പ്രോസിക്കോമായി ആണെങ്കിൽ 2-ാമത്തെ പദം ഡിയോമായി. എന്താണ് ഡിയോമായി എന്ന് പറഞ്ഞാൽ? ആ വാക്കിനർത്ഥം, സ്തോത്രം, ആ വാക്കിനർത്ഥം ഇതാണ്: യാചിക്കുക, അപേക്ഷിക്കുക എന്നിത്യാദി പദങ്ങളാണ്
സ്തോത്രം ഈ വാക്കിന് നൽകപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഡിയോമായി, എന്താണ് യാചിക്കുക, അല്ലെങ്കിൽ എന്താണ് അപേക്ഷിക്കുക? സ്തോത്രം, ദൈവത്തോടുള്ള അപേക്ഷ എന്ന പദം സ്തോത്രം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒത്തിരി ഉപയോഗിക്കാറുണ്ട്. സ്തോത്രം, അവിടെ ബൈബിളിനകത്ത് പ്രാർത്ഥന, ദൈവത്തോടുള്ള അപേക്ഷ, അങ്ങനെ ഒരു പദം ബൈബിളിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഗ്രീക്ക് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാനായി കഴിയും. അവിടെ എല്ലാം കൊടുത്തിരിക്കുന്ന മൂലപദം എന്ന് പറയുന്നത് ഡിയോമായി എന്ന വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഡിയോമായി എന്ന് പറഞ്ഞാൽ? ആ വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം യാചിക്കുക, അപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ സ്തോത്രം കുറച്ചുകൂടെ അതിൻ്റെ നിർവചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറാം. ശ്രദ്ധിക്കൂ, ഡിയോമായി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ശ്രദ്ധിക്കുക, ഒരാൾക്ക് സ്വയം കഴിയാത്ത ഒരു കാര്യം, സ്തോത്രം മനസ്സിലാകുന്നുണ്ടോ? ഒരാൾക്ക് സ്വയം കഴിയാത്തൊരു കാര്യം കഴിയുന്നവനോട് ചെയ്തു തരുവാൻ താല്പര്യമായും താഴ്മയായും ചോദിക്കുന്നതിനെയാണ് സ്തോത്രം ഡിയോമായി എന്ന പദം കൊണ്ട് സ്തോത്രം ഉദ്ദേശിക്കുന്നത്. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവർ ഈ നോട്ട്സ് എഴുതിയെടുക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ അത് വിശദീകരിക്കാം. ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു. ശ്രദ്ധിക്കുക, ഡിയോമായി എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് ഒരാൾക്ക് സ്വയം കഴിയാത്ത, ഒരിക്കലും അദ്ദേഹത്തെ കൊണ്ട് സ്വയം ചെയ്യാൻ കഴിയത്തില്ല, അങ്ങനെയുള്ള ഒരു കാര്യം കഴിയുന്നവനോട്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം, നമ്മുടെ പല ആവശ്യങ്ങളും നമ്മൾ മറ്റു വ്യക്തിപരമായി പലരോട് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ കാര്യങ്ങൾ, ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ന കാര്യത്തിന് വേണ്ടി ഓർക്കപ്പെടുന്ന സ്തോത്രം ചെയ്യണേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരുപക്ഷെ സ്തോത്രം അവരെ കൊണ്ടത് ചെയ്തു തരാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി സ്തോത്രം കൃപയാൽ ശുശ്രൂഷിച്ച് ഏകദേശം ഒരു 3 പേരെ സ്നാനപ്പെടുത്തി കർത്തൃമേശയെല്ലാം നടത്തി തിരിച്ചു വരുമ്പോൾ ആ കൂട്ടത്തിൽ സ്തോത്രം അക്രൈസ്തവരായിരിക്കുന്ന മറ്റു മാർഗങ്ങളിലുള്ള ഒരു 3 സഹോദരിമാര് ആ മീറ്റിങ്ങിൽ സംബന്ധിച്ചു. അതിലൊരാളോട് ദൈവാത്മാവ് വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് ദൂത് സംസാരിക്കാൻ തുടങ്ങി. അവർ കരഞ്ഞുകൊണ്ട് വന്നേച്ച് പറഞ്ഞു, സ്തോത്ര പരിശുദ്ധാത്മാവരോട് പറഞ്ഞ വാക്കിതാണ്, ഒരാഴ്ചക്കകത്ത് നിന്റെ നീറിപ്പുകയുന്ന വിഷയത്തിനകത്ത് തലമുറയോട് ബന്ധപ്പെട്ട് ദൈവം നിനക്ക് വേണ്ടി ഒരു മറുപടി ഒരുക്കും. സ്തോത്രം, ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആ സഹോദരി കരയാൻ തുടങ്ങി. ഒരു ഹൈന്ദവ മാർഗത്തിലുള്ളൊരു സഹോദരിയാണ്. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. യോഗം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായി വന്നേച്ച് പറഞ്ഞ വാക്കിങ്ങനെയാണ്, പാസ്റ്ററേ, ഈ ആഴ്ച എനിക്ക് ഇത്ര ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ മോളുടെ MBBS പഠനം തകർന്ന് തരിപ്പണമായി പോകും. സാമ്പത്തികമായി ഒരു ക്രമീകരണത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല. വസ്തു വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. പക്ഷേ അവർ പറഞ്ഞ, ആ സഹോദരി പറഞ്ഞ ഈ എമൗണ്ട് എന്നോട് ആ വാചകം പറയുമ്പോൾ എനിക്കത് ചെയ്തു കൊടുക്കാൻ കഴിയത്തില്ല. സ്തോത്രം, മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ എനിക്കൊന്ന് കഴിയും. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാതിരിക്കുന്ന കാര്യം കഴിവുള്ളവനോട് എനിക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിനെ വിളിക്കുന്ന പേരാണ് യുക്കോമായി. പിടികിട്ടുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഗൗരവം മനസ്സിലാകേണ്ടതിന് ഞാൻ ആ ഭാഗമൊന്ന് വിശദീകരിക്കാം. എന്താണ് സ്തോത്രം? യുക്കോമായി ഒരാൾക്ക് സ്വയം കഴിയാത്തൊരു കാര്യം കഴിയുന്നവനോട് ചെയ്തു തരുവാൻ. അടുത്ത പദമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, താല്പര്യമായും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അതിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ട്. താല്പര്യമായി, ഒരു താല്പര്യം ഇല്ലെങ്കിൽ ഒരു മറുപടി നടക്കുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം, താല്പര്യത്തോടെ നമ്മൾ അപേക്ഷിക്കണം. അതുമാത്രം പോരാ, താഴ്മയോടും കൂടെ ചോദിക്കണം. അങ്ങനെ താല്പര്യത്തോടും താഴ്മയോടും ചോദിക്കുന്ന ആ അനുഭവമാണ്, അതിനെ യുക്കോമായി എന്ന പദം കൊണ്ട് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത് വാക്യം. സ്തോത്രം, ഒന്ന് വായിച്ചു തരാമോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത് വാക്യം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. കണ്ടോ? അപേക്ഷകൾ, സ്തോത്രം, സ്തോത്രത്തോടുകൂടി അറിയിക്കണം. എന്ത്? നിങ്ങളുടെ അപേക്ഷകൾ. അവിടെയും അപേക്ഷ എന്ന പദത്തിന് അവിടെ യുക്കോമായി എന്ന പദമാണ് കുറച്ചുകൂടെ അവിടെ ലളിതമായി സ്തോത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 17-ാമത് വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. വായിക്കാമോ? യാക്കോബിന്റെ ലേഖനം സ്തോത്രം 5:17.
ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അടുത്ത മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. കണ്ടോ, അവിടെയും പറയുന്നത് യുക്കോമായി എന്ന പദമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാർത്ഥനയിൽ അവൻ അപേക്ഷിച്ചു. എന്താണ് അപേക്ഷിച്ചത്? എലിയാവേ, മഴയുടെ വാതിലടയ്ക്കാൻ, ആകാശത്തിന്റെ കിളിവാതിലടയ്ക്കാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ല, പക്ഷെ കഴിയുന്നവനോട് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. എലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. എന്താ? 3.5 വർഷം മഴ പെയ്യാതിരിക്കേണ്ടതിന്. സ്തോത്രം. 3.5 വർഷം പെയ്തില്ല. 3.5 വർഷം പെയ്യാതിരിക്കേണ്ടതിന് തന്നെ കൊണ്ട് കഴിയത്തില്ല ആകാശത്തിന്റെ കിളിവാതിൽ അടയ്ക്കാൻ, പക്ഷെ കഴിയുന്നവനോട് അവൻ അപേക്ഷിക്കാൻ തുടങ്ങുകയാണ്. സ്തോത്രം. പ്രിയരെ, നമുക്ക് ജീവിതത്തിൽ ചെയ്തെടുക്കാൻ കഴിയാത്തത് നിവർത്തിക്കുവാൻ സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥന കേൾക്കുന്നവനായ ഒരു ദൈവത്തോട് നാം അപേക്ഷിക്കാൻ തുടങ്ങണം. അതിനെ വിളിക്കുന്ന പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എത്ര പേർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്? സന്തോഷമുണ്ടെങ്കിൽ കരമുയർത്തി നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരത്ഭുതത്തിന് വേണ്ടി പലരും അപേക്ഷിച്ചത് നമുക്ക് ബൈബിളിനകത്ത് കാണാൻ കഴിയും. സ്തോത്രം. ഞാൻ കുറച്ച് റെഫറൻസ് അങ്ങ് പറഞ്ഞങ്ങ് വിടുകയാണ്. ഞാൻ വായിപ്പിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിടാം. നിങ്ങൾ നോട്ട് ചെയ്തോളൂ. മത്തായി സുവിശേഷം 9-ാം അധ്യായം 38-ാം വാക്യം, ലൂക്കോസ് സുവിശേഷം 5:12, മത്തായി 9:38, ലൂക്കോസ് 5:12, ലൂക്കോസ് 9:38, ലൂക്കോസ് 9:38, ലൂക്കോസ് 21:36, അപ്പോസ്തല പ്രവൃത്തികൾ 8:22, 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 10-ാം വാക്യം. ഇവിടെയെല്ലാം സ്തോത്രം അത്ഭുതത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന ഉയർത്തുന്ന തലങ്ങൾ ഇതിനകത്ത് കാണുവാനായി കഴിയും. സ്തോത്രം. ഇന്ന് പകൽ ഈ ക്ലാസ്, ഈ ശബ്ദം, ഈ ക്ലാസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു വിടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, വാസ്തവമായും കഴിയുന്നവനോട് സ്തോത്രം, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യം കഴിയുന്നവനോട് നിങ്ങൾ താല്പര്യത്തോടെ ഒരു വാക്ക്, കർത്താവേ, ഈ മീറ്റിംഗ്, ഈ ക്ലാസ് തീരുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ജീവിതത്തിൽ അത് തെളിയിച്ചു തരണമെന്ന് നിങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും സ്വർഗം ഇതിനകത്ത് ഇടപെട്ടിരിക്കും. എത്ര പേർക്ക് ഇന്ന് പകൽ ആത്മാവിലൊന്ന് മഹത്വപ്പെടുത്താൻ കഴിയും കർത്താവിനെ? സ്തോത്രം. 2 ഡിയോമായി. ഇനി 3-ാമത്തെ ഗ്രീക്ക് പദം പ്രാർത്ഥന എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം, സ്തോത്രം, ഞാൻ കൈമാറുന്നു. എയ്റ്റിയോ. സ്തോത്രം. എയ്റ്റിയോ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിനർത്ഥം? സ്തോത്രം. ഡിയോമായി അപേക്ഷിക്കുക, യാചിക്കുക എന്നതാണെങ്കിൽ എയ്റ്റിയോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന അടുത്തൊരു പദമാണ് എയ്റ്റിയോ. എയ്റ്റിയോ എന്ന പദത്തിന് ചോദിക്കുക, ആവശ്യപ്പെടുക, അറിയുക എന്നിത്യാദി അർത്ഥങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ചോദിക്കുക, ആവശ്യപ്പെടുക, അറിയുക. ഈ 3 ആശയങ്ങളാണ് എയ്റ്റിയോ. സ്തോത്രം. പ്രയറിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു പദമാണ്. എന്താണ് സ്തോത്രം ഈ വാക്കുകൾക്ക് അർത്ഥം? പറയാം. ചോദിക്കുക, താഴ്മയോടെ ആവശ്യപ്പെടുക എന്നർത്ഥം വരുന്ന എയ്റ്റിയോ എന്ന ഗ്രീക്ക് പദം പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പദങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറാം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് എടുത്തെങ്കിൽ സന്തോഷമായിരിക്കും. യോഹന്നാൻ സുവിശേഷം, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപേക്ഷിക്കുക എന്ന പദത്തിന് അവിടെ കുറച്ചുകൂടെ അതിൻ്റെ നല്ല പദം ആവശ്യപ്പെടുക എന്നാണ്. ആമേൻ. സ്തോത്രം. ആ വാക്കിനർത്ഥം ആവശ്യപ്പെടുക. അപ്പോൾ താഴ്മയോട് ചോദിക്കുക, ആവശ്യപ്പെടുക എന്ന പദത്തിന് എയ്റ്റിയോ എന്ന വേർഡ് കൊടുത്തിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ആ പദങ്ങൾ നിലകൊള്ളുന്ന വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. യോഹന്നാൻ 15:7. ഇനി കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. 1 യോഹന്നാൻ
5:14. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. ഇവിടെ എല്ലാം വായിക്കുമ്പോൾ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, സ്തോത്രം, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തായാലും, സ്തോത്രം സ്തോത്രം, ആമേൻ, അപേക്ഷിപ്പീൻ അല്ലെങ്കിൽ ആവശ്യപ്പെടുവീൻ, അത് നിങ്ങൾക്ക് കിട്ടും. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്ന് പകൽ എൻ്റെ ചോദ്യങ്ങൾക്ക്, എൻ്റെ അപേക്ഷകൾക്ക്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ടെന്ന് ഈ ദൂതിൻ്റെ മുൻപിൽ, സ്തോത്രം, ശ്രദ്ധിച്ചാമൻ പറയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. നാം ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ വചനം നമ്മിലും വസിച്ചാൽ, സ്തോത്രം, പിടികിട്ടുന്നുണ്ടോ? നാം ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ വചനം നമ്മിലും വസിച്ചാൽ, അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം, ക്രിസ്തുവും വചനവും നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിനാൽ. ക്രിസ്തുവിന്റെ വചനം നമ്മിൽ വസിക്കുന്നു. നാം ആരില്ല വസിക്കുന്നത്? ക്രിസ്തുവിൽ വസിക്കണം. അങ്ങനെ വസിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മിൽ ഒരു രൂപാന്തരം ഉണ്ടാകും. സ്തോത്രം. അപ്പോൾ വചനവും ക്രിസ്തുവും നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിനാൽ നമ്മൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നാം ചോദിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ളതേ ചോദിക്കാവൂ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ചോദിക്കാൻ കഴിയത്തുള്ളൂ. ക്രിസ്തു നമ്മുടെ മേൽ വസിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, നാം ദൈവഹിതപ്രകാരം, സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പലപ്പോഴും സ്തോത്രം, നമുക്ക് ദൈവഹിതം നമ്മുടെ പ്രാർത്ഥനകൾ വെളിപ്പെടാറില്ല. സ്തോത്രം. ആമേൻ. അങ്ങനെ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ദൈവഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, എന്നെ കേൾക്കുന്നവരോട് ഞാൻ ശാന്തമായിട്ട് പറയാം, നമ്മുടെ പ്രാർത്ഥനകളിൽ കർത്താവ് നമുക്ക് തുണ നിൽക്കാൻ തയ്യാറാകും. സ്തോത്രം. ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ, പരമാധികാരിയും സർവശക്തനുമായ ദൈവത്തോട്, സ്തോത്രം, ചോദിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രാർത്ഥന. കൊലോസ്യ ലേഖനം ഒരു വാക്യം കൂടെ വായിച്ചു തരണേ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 14-ാം വാക്യം. തന്റെ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. കണ്ടോ? സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെയും സ്തോത്രം, അമ്മ പരമാധികാരിയും സർവശക്തനുമായ ദൈവത്തോട് ചോദിക്കുന്ന ഒരു അനുഭവത്തെ വെളിപ്പെടുകയാണ്. സ്തോത്രം. അപ്പോൾ ഈ ചോദ്യം, ക്രിസ്തുവിൽ നാം വസിച്ച് ക്രിസ്തുവിൻ്റെ വചനം നമ്മിൽ വസിക്കുമ്പോൾ, ക്രിസ്തു വചനവും നിമിത്തം നാം രൂപാന്തരത്തിലേക്ക് വഴിമാറുമ്പോൾ, നമ്മുടെ ജീവിതത്തിനകത്ത് എന്നെ കേൾക്കുന്നവരോട് ഞാൻ ശാന്തമായി പറയാം, സ്വയമല്ല വളരുന്നത്, സ്വയമല്ല ഉയരുന്നത്, അവിടെ ദൈവഹിതം ഉയരാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാതിരിക്കുന്നത്? സ്തോത്രം. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയാം, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് ഒരു 3:30 മണി കഴിഞ്ഞ സമയം മുതലേ സ്തോത്രം, ഇരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നത്. നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാ. നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പ്രാർത്ഥിക്കാത്തവരെന്നാരും പറയത്തില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ നിങ്ങളുടെ ഒരു പരാജയം ഞാൻ സ്നേഹത്തോടെ ഒന്ന് ഓർപ്പിച്ചു തരാം. നിങ്ങളുടെ ഒരു കുറവ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. എന്താണെന്നറിയോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധ വെളിപ്പെടുന്നില്ല. മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുക. ഞാനത് പറഞ്ഞപ്പോൾ സ്തോത്രം, നിങ്ങൾക്ക് എന്താ ഒരു ആമേൻ മനസ്സിലായി എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ വീണ്ടും ആ ഭാഗം ഞാൻ ആവർത്തിക്കാം. പ്രാർത്ഥനയുണ്ട്, പക്ഷെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തില്ല? ശ്രദ്ധയില്ല. തെളിയിച്ചു തരാം. അപ്പോസ്തലപ്രവൃത്തി വായിക്കേണ്ട. സ്തോത്രം. 12-ാം അധ്യായം 5-ാമത് വാക്യം വായിക്കുമ്പോൾ, ആമേൻ, അറിയാവുന്നവർക്കൊന്ന് പറയാൻ കഴിയുമോ? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം.
ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവഹിതം വെളിപ്പെടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഈ ശ്രദ്ധയുടെ പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയിൽ ഒട്ടും പുറകിലല്ല നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ നാം എല്ലാവരും മുന്നിലാണ്. പക്ഷെ നമ്മുടെ പരാജയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധ വെളിപ്പെടുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ ശ്രദ്ധ മാറുമ്പോഴാണ് അശ്രദ്ധ, അല്ലെങ്കിൽ അശ്രദ്ധ വരുമ്പോഴാണ് അവിടെ സ്തോത്രം പ്രാർത്ഥനയുടെ ശൈലി മാറും. പിടികിട്ടുന്നുണ്ടോ? അശ്രദ്ധ വരുമ്പോൾ റൂട്ട് തിരിയും. അങ്ങനെ റൂട്ട് തിരിഞ്ഞാൽ അവിടെ ഉയരുന്ന പ്രാർത്ഥനകൾ ദൈവഹിതത്തിൻ്റെ പ്രാർത്ഥനയായിരിക്കത്തില്ല. അവിടെ ഉയരുന്നതെല്ലാം സ്വയത്തിൻ്റെ പ്രാർത്ഥനയായിരിക്കും. സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ക്രിസ്തുവും വചനവും, സ്തോത്രം, അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തായാലും, സ്തോത്രം, അത് അപേക്ഷിക്കുക. സ്തോത്രം. അടുത്ത വാക്കിങ്ങനെ പറയുന്നത്, അത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ സ്തോത്രം, ക്രിസ്തുവിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനവും ക്രിസ്തുവും നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം നമ്മുടെ അകത്ത് ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയെ ഉയരുകയുള്ളൂ, ഉയരാൻ പാടുള്ളൂ. എത്ര പേർക്ക് ഞാൻ ഇത് പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്? ഞാൻ ഇത് പകൽ ശാന്തമായിട്ട് ഈ കാര്യം പറയുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ദൈവഹിതമല്ലാത്തത് എന്തെങ്കിലും എൻ്റെ പ്രാർത്ഥനാവാചകങ്ങളിൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ആവശ്യ മനോഭാവങ്ങൾ എൻ്റെ മനോമുകുരത്തിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നോടൊന്ന് ക്ഷമിക്കണമേ. എന്നിട്ട് ദൈവഹിതത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് എന്നെ ഒന്ന് കരം പിടിക്കണമേ എന്ന് സ്തോത്രം. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? സ്തോത്രം. അവിടെ നിൽക്കട്ടെ, ഞാൻ ആ ഭാഗം പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. പ്രാർത്ഥനയുടെ സ്തോത്രം 4ാമത്തെ ഗ്രീക്ക് പദം ഞാൻ 1, 2, 3 പറഞ്ഞു കഴിഞ്ഞു. 1 സ്തോത്രം പ്രൊസിക്കമായി, 2 ഡിയോമായി, 3 എയ്റ്റിയോ. സ്തോത്രം. ഇനി 4ാമത്തെ പദം നിങ്ങൾക്ക് വേണ്ടി തെളിയിക്കാം. സ്തോത്രം. പാരാഖെലിയോ. സ്തോത്രം. 4ാമത്തെ വേർഡ് പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരിക്കുന്ന പദം ഇതാണ്, പാരാഖെലിയോ. പാരാഖെലിയോ. സ്തോത്രം. എഴുതിയെടുത്തു എന്ന് ഞാൻ കരുതുകയാണ്. പാരാഖെലിയോ. എന്താണ് പാരാഖെലിയോ എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം? സ്തോത്രം. പാരാഖെലിയോ എന്ന് പറഞ്ഞാൽ അടുക്കൽ വന്ന് നിലവിളിക്കുക. ഇത്ര സമയം പ്രാർത്ഥിക്കുക, യാചിക്കുക, അപേക്ഷിക്കുക, ചോദിക്കുക, ആവശ്യപ്പെടുക, അറിയിക്കുക എന്ന അർത്ഥം നിലകൊള്ളുന്ന പദങ്ങൾ പ്രാർത്ഥനയെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടെങ്കിൽ, പാരാക്ലിയോ എന്ന വാക്കിനർത്ഥം അടുക്കൽ വന്ന് നിലവിളിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അടുക്കൽ വന്ന്, സ്തോത്രം, അടുക്കൽ വന്ന് നിലവിളിക്കുക. പാരാ, സ്തോത്രം, എന്ന ഗ്രീക്ക് പദത്തിന് എന്താണ് അർത്ഥം? പാരാ. പാരാ എന്ന ഗ്രീക്ക് പദത്തിന് അരികിൽ, അടുത്ത് എന്നാണ് അർത്ഥം. പാര എന്ന വാക്കിന് അടുക്കൽ, അരികിൽ എന്നാണ് അർത്ഥം. ഖെലിയോ, ഖെലിയോ എന്ന പദത്തിന് വിളിച്ചപേക്ഷിക്കുക, ഉറക്കെ വിളിക്കുക, നിലവിളിക്കുക. ഇതാണ് ആ വാക്കിനർത്ഥം. അപ്പോൾ 2 അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. പാരാക്ലിയോ, സ്തോത്രം, അതിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ പര എന്ന് പറഞ്ഞാൽ അരികിൽ, അടുത്ത്, നിയറസ്റ്റ്. സ്തോത്രം. അതാണ് ആ വാക്കിനർത്ഥം. എന്നാൽ ഖെലിയോ എന്ന് പറഞ്ഞാൽ വിളിച്ചപേക്ഷിക്കുക, ഉറക്കെ വിളിക്കുക, നിലവിളിക്കുക എന്നാണ് ആ വാക്കിനർത്ഥം. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് അപേക്ഷിക്കുക എന്നതാണ് ഈ പദത്തിൻ്റെ അർത്ഥം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് അതിനെ ഞാൻ ലളിതമാക്കി തരാം. മർക്കോസിൻ്റെ സുവിശേഷം വായിക്കണ്ട. മർക്കോസിൻ്റെ സുവിശേഷം നിങ്ങൾ 5-ാം അധ്യായം ശ്രദ്ധിച്ച് പഠിച്ചാൽ 3 വിഷയങ്ങളോട് ഭാരപ്പെടുന്ന 3 തലങ്ങൾ, 3 വ്യക്തികൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും.
സ്തോത്രം. 3 സ്തോത്രം മേഖലയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന 3 കൂട്ടം ആളുകൾ. ഒന്നാമത്തെ ഭാഗം 6000 ഭൂതം പിടിച്ചൊരു മനുഷ്യൻ. സ്തോത്രം. ലഗ്യോൻ എന്ന് നമ്മൾ വിളിക്കും. ആമേൻ. 6000 ഭൂതം പിടിച്ച ഒരു മനുഷ്യൻ, ഭൂതഗ്രസ്തനായ മനുഷ്യൻ. 2 ആമേൻ 12 വർഷം രക്തസ്രാവം പിടിക്കപ്പെട്ട ഒരു സഹോദരിയുടെ ചിത്രം. 3-ാമത്തെ ഭാഗം യായിറോസിന്റെ മകളുടെ വിഷയം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. മർക്കോസ് 5-ൽ 3 വ്യത്യസ്ത തുറകളിലുള്ള ആളുകൾ അനുഭവിക്കുന്ന ചില വ്യഥകൾ അതിനകത്ത് കാണാൻ കഴിയും. പക്ഷേ നിങ്ങൾ ആ ഭാഗം മർക്കോസ് 5-ാമത്തെ, ഞാൻ റെഫറൻസ് പറയുന്നില്ല. നിങ്ങൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ ഈ അധ്യായം വായിക്കണം. ഞാൻ അതിനകത്ത് പറയുന്നൊരു പദമുണ്ട്, നിങ്ങളത് എവിടെയാണെന്ന് കണ്ടെത്തണം. സ്തോത്രം. ഞാനൊരു അസൈൻമെൻറ്റ് പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വാക്ക് ഞാൻ ഇട്ട് തരികയാണ്. നിങ്ങൾ കണ്ടുപിടിക്കുക. എനിക്ക് റെഫറൻസ് പറയാൻ എനിക്കറിയാം, പക്ഷേ അത് പറയാതെ നിങ്ങൾ ആ പദം കണ്ടെത്തണം. 3 തലങ്ങളിലുള്ള ആളുകൾ. പക്ഷേ ഇവർ 3 പേരും അവിടെ എഴുതിയിരിക്കുന്നു, അവർ അവൻ്റെ അടുക്കൽ വന്നു. വന്നു എന്നൊരു പദം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. വന്നു. ആരുടെ അടുക്കലാ വന്നേ? യേശുവിൻ്റെ അരികിൽ. സ്തോത്രം. 3 പേരും വ്യത്യസ്ത തുറകളിലുള്ളവരാ. പക്ഷേ വരേണ്ടവൻ്റെ അടുക്കൽ അവർ വന്നു. നീ ആരായിരുന്നാലും, നീ ഏത് വിഷയം അനുഭവിക്കുന്നവളാണേലും, നീ ഏത് വിഷയം ഫേസ് ചെയ്യുന്നവനാണേലും, നീ വരേണ്ടവൻ്റെ അടുക്കൽ വന്നാൽ, അതാണ് പാരാക്ലിയോ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആമേൻ. വരേണ്ടവൻ്റെ അടുക്കൽ. സ്തോത്രം. ആ സഹോദരി പറഞ്ഞ വാക്ക് കണ്ടില്ലേ? ഞാൻ ഇന്ന് അവൻ്റെ അടുക്കൽ ചെല്ലും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ഞാൻ അവൻ്റെ അരികിൽ ചെല്ലും. ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ പിടിക്കും. ഞാൻ സൗഖ്യം പ്രാപിക്കും. അവൻ ഭൂതഗ്രസ്തനും യേശുവിൻ്റെ അരികിലേക്ക് അവനും വരികയാ. സ്തോത്രം. യായിറോസും അവൻ മകളുടെ വിഷയവുമായി അവൻ്റെ അടുക്കൽ പള്ളിപ്രമാണിയും വന്നു. സ്തോത്രം. അടുക്കൽ വരിക. ആരുടെ അടുക്കൽ? യേശുവിൻ്റെ അരികിൽ. സ്തോത്രം. അവൻ ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്, പാരാക്ലിയോ. പാരാ, അടുക്കൽ, അരികിൽ, അടുത്ത് എന്നാണ് ആ വാക്കിനർത്ഥം. കെലിയോ, അവൻ വിളിച്ചപേക്ഷിക്കുക, ഉറക്കെ വിളിക്കുക, നിലവിളിക്കുക. സ്തോത്രം. കർത്താവിൻ്റെ അരികിൽ ആരടുത്ത് വന്നിട്ടുണ്ടോ, ആരും നിലവിളിച്ചിട്ടുണ്ടോ, അവരെല്ലാം വിടുതൽ കണ്ടിട്ടുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മത്തായി സുവിശേഷം 26-ാം അധ്യായം 53-ാം വാക്യം. മർക്കോസ് 1:40. സ്തോത്രം. 2 വാക്യങ്ങൾ ഒന്ന് വായിച്ചു തരണേ. മത്തായി 26:53. എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ അരികിൽ നിർത്തേണ്ടതിന്. സ്തോത്രം. എന്താണ് ഇവിടുത്തെ വിഷയം? യേശുവിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ പത്രോസ് ചാടി വീണ് വാളെടുത്ത് ഒരു ചേവകന്റെ കാതറുത്തെടുക്കുകയാണ്. അറുത്തെടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്കാണ്, ഇപ്പോൾ എൻ്റെ അരികിൽ എത്ര ലഗ്യോൻ? 12 ലഗ്യോൻ. എന്താ ഈ ലഗ്യോൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം? ലഗ്യോൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിനർത്ഥം? അറിയോ നിങ്ങൾക്ക്? 6000 ഭൂതം ബാധിച്ചവൻ. 6000 ഭൂതം ബാധിച്ചവൻ. സ്തോത്രം. നല്ല ഉത്തരം സഹോദരരെ. ഇനി ആർക്കെങ്കിലും മറ്റാശയമുണ്ടോ? എന്തെങ്കിലും മറ്റഭിപ്രായം? എന്താണ് ലഗ്യോൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം? ഒത്തിരി പേര് എന്നെ കേൾക്കുന്നുണ്ട്. ലഗ്യോൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിനർത്ഥം? ലഗ്യോൻ എന്ന പദത്തിന്റെ ശരിക്കുള്ള അർത്ഥം ഞാൻ പറഞ്ഞു തരാം. 6000 ഭൂതം എന്നല്ല. ലഗ്യോൻ എന്ന വാക്കിനർത്ഥം ശ്രദ്ധിക്കുക, 6000 റോമൻ സോൾജേഴ്സിനെ, അല്ലെങ്കിൽ 6000 റോമൻ പടയാളികളെ വിളിക്കുന്ന പേരാണ് ഓരോ ലഗ്യോൻ. ലഗ്യോൻ എന്ന വാക്കിനർത്ഥം 6000 ഭൂതമെന്നല്ല, 6000 റോമൻ സോൾജേഴ്സിനെ, 6000 റോമൻ പടയാളികളെ വിളിക്കുന്ന പേരാണ് ഒരു ലഗ്യോൻ. പക്ഷെ എന്തുകൊണ്ട് 6000 ഭൂതം എന്ന് പറഞ്ഞു? അവക്ക് തെറ്റല്ല. ഭൂതഗ്രസ്തനായിരിക്കുന്ന മനുഷ്യനോട് ചോദിക്കുന്നു, വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് നിന്റെ പേര്? അവൻ പറയുന്നു, ഞാൻ ലഗ്യോനാകുന്നു എന്ന് പറഞ്ഞാൽ 6000 റോമൻ പടയാളികളെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ലഗ്യോൻ എങ്കിൽ ആ വാക്കിനർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവന്റെ അകത്ത് 6000 ഭൂതങ്ങൾ ഉണ്ട് എന്നാണ് ആ വാക്കിനർത്ഥം.
സ്തോത്രം. പക്ഷെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് 6000 റോമൻ സോൾജിയേഴ്സിനെ മിലിറ്ററിനെ വിളിക്കുന്ന പേരാണ് ലഗ്യോൺ എന്ന് പറയുന്നത്. ഇവിടെ യേശു പറയുക, ഞാൻ സ്തോത്രം എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ 12 ലഗ്യോണിലധികം ദൂതന്മാർ ഇറങ്ങുമായിരുന്നു. സ്തോത്രം. എൻ്റെ അരികിൽ, എൻ്റെ അടുത്ത്, ആ അടുത്ത് അരികിൽ എന്ന പദത്തിന് സ്തോത്രം അവിടെ എല്ലാം ഞാൻ ഈ പറഞ്ഞ വാക്കുകളാണ് സ്തോത്രം ഗ്രാമാറ്റിക്കൽ ഗ്രീക്ക് വേർഡിൽ കാണുവാനായി കഴിയുന്നത്. ഇനി മർക്കോസ് വായിക്കേണ്ട, ഞാൻ പറഞ്ഞങ്ങ് വിടുകയാണ്. 1:40 സ്തോത്രം. ഈ വാക്യങ്ങളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പാരാക്ലിയോ എന്ന പദം സ്തോത്രം കാണുവാനായി കഴിയുന്നുണ്ട്. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ തീവ്രമായ ആവശ്യബോധത്തോടെ, മനസ്സിലാകുന്നുണ്ടോ? തീവ്രമായ ആവശ്യബോധത്തോടെ കർത്താവിനോട് അപേക്ഷിക്കുന്നതായിട്ട് സ്തോത്രം അല്ലെങ്കിൽ കർത്താവിനോട് നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥനയായി കാണുവാനായി കഴിയും. തീവ്രമായ ആവശ്യത്തോട് കർത്താവിനോട് നിലവിളിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം. മകളുടെ പ്രതിസന്ധിയുടെ നടുവിൽ സ്തോത്രം ആ മനുഷ്യൻ നിലവിട്ട് കർത്താവിനോട് അപേക്ഷിക്കുന്ന കാണുവാനായി കഴിയുന്നുണ്ട് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. മകളുടെ ഭൂതബാധ മാറിക്കിട്ടേണ്ടതിന് സ്തോത്രം സുറൈഫൈനക്കാരി ആ സഹോദരി യേശുവിൻ്റെ അരികിൽ വന്നേച്ച് നിലവിളിക്കുന്നൊരു ചിത്രം അവിടെ എല്ലാം ഈ പദമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. കനാന്യ സ്ത്രീ നിലവിളിക്കുന്ന ആ ഒരു ഭൂതോദ്രവം മാറേണ്ടതിന് വേണ്ടി നിലവിളിക്കുന്ന സ്തോത്രം ഒരു ഭാഗം അവിടെയെല്ലാം യേശുവിൻ്റെ അരികിൽ ഹല്ലേലൂയ സ്തോത്രം വരുന്നൊരു ചിത്രം കാണുവാനായി കഴിയും. ഇനി നിങ്ങൾ നോക്കിക്കേ, മത്തായി സുവിശേഷം 14-ാം അധ്യായം നോക്കണ്ട, വായിക്കണ്ട, ആ പദമൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വെള്ളത്തിലേക്ക് പത്രോസ് ഇങ്ങനെ താണു പോയപ്പോൾ അവിടെ സ്തോത്രം യേശു അടുത്തുണ്ട് കേട്ടോ. യേശുവിൻ്റെ അരികിലോട്ട് നിന്നേച്ച് സ്തോത്രം യേശുവിൻ്റെ അരികിലേക്ക് നടന്നു പോയതാ. പക്ഷെ അവൻ താഴുമ്പോൾ മുങ്ങിത്താണു പോകുമ്പോൾ മത്തായി സുവിശേഷം 14-ൽ ബൈബിളിലെ ഏറ്റവും ചെറിയ പ്രാർത്ഥന കാണാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? ബൈബിളിലെ ഏറ്റവും ചെറിയ പ്രാർത്ഥന ഏതാണെന്നറിയോ? 3 വാക്കുകളാൽ നിബിഡമായിരിക്കുന്ന ഏറ്റവും ചെറിയ പ്രാർത്ഥന. എന്താണ് ആ ചെറിയ പ്രാർത്ഥന? കർത്താവേ എന്നെ രക്ഷിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അരികിൽ നിന്ന് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ഇസ്രായേൽ തങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ, ബാക്കി അറിയോ നിങ്ങൾക്ക്, യഹോവയോട് നിലവിളിച്ചു. എന്നെ കേൾക്കുന്നവരെ, അവൻ്റെ അരികിൽ വന്ന് നിലവിളിച്ചാൽ അടങ്ങി നിൽക്കുന്നവനല്ല സ്വർഗം, അവൻ നിങ്ങൾക്ക് വേണ്ടി മനസ്സലിയും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കും. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഞാൻ സ്തോത്രം ഒരു ഉദാഹരണം പറയാം. ഞാനൊരു യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്കായി കടന്നു ചെന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ, എൻ്റെ വാഹനത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് സ്തോത്രം എൻ്റെ മോള് മൊബൈലും എടുത്തേച്ച് കോൾ ചെയ്തിട്ട്, പപ്പയെ തിരിച്ചു വരുമ്പോൾ ഇന്ന സാധനം മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം യാത്രയുടെ തിരക്ക് കൊണ്ട് ഒരുപക്ഷെ ഞാൻ മറന്നുപോയേക്കാം. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ കുഞ്ഞെൻ്റെ അടുക്കൽ വന്നേച്ച് എൻ്റെ കാലയുടെ കുറിച്ച് ചേർത്ത് കെട്ടിപ്പിടിച്ച്, പപ്പയെ എനിക്കതൊന്ന് മേടിച്ച് തരാമോ എന്ന് പറഞ്ഞാൽ അവൾ എൻ്റെ അടുക്കൽ ചേർന്നെന്ന് പറയുമ്പോൾ എനിക്ക് മറന്നു കളയാൻ പറ്റുകയില്ല. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് പതറിയത്, മനസ്സ് വേദനിച്ചവൾ ആവശ്യപ്പെട്ടത് കാണുമ്പോൾ ഒരപ്പനായതുകൊണ്ട് എനിക്കത് താങ്ങാൻ കഴിയത്തില്ല. ഞാൻ നിശ്ചയമായിട്ടും അവൾ പറഞ്ഞ കാര്യത്തെ ഞാൻ അവൾക്ക് ആവശ്യമെന്ന് തോന്നിയാൽ, അത് അവൾക്ക് പ്രയോജനമെന്ന് തോന്നിയാൽ, ഞാൻ ആ ചോദിച്ച ചോദ്യത്തിന് അവൾക്ക് മറുപടി കൊടുക്കുന്നത് ഒരു പരമാർത്ഥമാണെങ്കിൽ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ കഷ്ടതയിൽ നിലവിളിക്കാൻ തുടങ്ങ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താണുപോയ ആ വിഷയങ്ങളിൽ ആൻറ്റി നീ കയറി പുറത്തു വരുന്ന പകലായത്. താണുപോയ, നിന്നെ മുക്കിക്കളഞ്ഞ, നിന്നെ തകർത്ത് കളഞ്ഞ ആ വിഷയത്തിനകത്ത് കർത്തൃദാസ, ദൈവം നിന്നെ കരം പിടിച്ച് കയറ്റുന്ന ഒരു പകലായി ഈ പകൽ വഴിമാറുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? പ്രാർത്ഥന പരക്ലിയോ, അടുത്തു വരിക, ഉറക്കെ നിലവിളിക്കുക, ശബ്ദത്തിൽ വിളിക്കുക, അവനോട് ഉറക്കെ അപേക്ഷിക്കുക. അതാണ് പ്രാർത്ഥനയെങ്കിൽ സ്തോത്രം നമുക്ക് അടുത്ത് വരാം. നമുക്ക് സ്നേഹിക്കേണ്ടവർ മാറും, കരുതേണ്ടവർ കൂടെ നിൽക്കത്തില്ല, കുറ്റപ്പെടുത്തി
അടുത്ത് നിൽക്കും. അവൻ താങ്ങേണ്ടവർ തള്ളിക്കളയും. അവൻ ചേർത്ത് നിർത്തേണ്ടവർ അകറ്റി നിർത്തും. മാനിക്കേണ്ടവർ അപമാനിക്കും. ആമേൻ, സ്തോത്രം. പത്രോസ് ആ പടകിൽ താഴുമ്പോൾ ഒരു കൂട്ടം ആളുകൾ കളിയാക്കി കാണും. പത്രോസേ, നീ കേട്ട ശബ്ദം ഞങ്ങളും കേട്ടടാ, നീ കേട്ട ശബ്ദം ഞങ്ങൾ ഗ്രഹിച്ചതാ, പക്ഷെ ആവേശം കൊണ്ട് എടുത്ത് ചാടിയതല്ലേ, ഇവിടെ കിടന്ന് മുങ്ങിച്ചാകടാന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ആ വെള്ളത്തിനകത്ത് താണ് പോകുമ്പോൾ യേശു ഉണ്ട്. അവൻ്റെ അരികിലേക്ക് അടുത്തു പോകുകയാ. ആമേൻ, പോകുമ്പോഴേ താഴ്ന്ന്. പക്ഷെ അവിടെയും നിലവിളി ഉയർത്തിയപ്പോൾ അരികിൽ ഇറങ്ങിയവൻ കൈ നീട്ടി തൻ്റെ ദാസനെ പിടിച്ച് പടകിൽ കയറ്റിയെങ്കിൽ ദൈവാത്മാവ് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോടോ പറയുന്നു, ഞാൻ നിന്നെ കൈവിടുന്നവനല്ല, പരക്കില്ലയോ, അടുക്കൽ വന്ന് നിലവിളിക്കുക. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എത്ര പേർ ഇന്ന് പകൽ ഹല്ലേലൂയ പറഞ്ഞ് ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒന്ന് അടുത്തു വരും. രക്തത്താൽ ജയമെടുക്കുകയാ. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? എവിടെയെങ്കിലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്ലാസ്സിൽ അബേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൂത് കൈമാറുകയാണ്. ആമേൻ, വേണ്ടുന്നത് പോലെ അടുക്കാൻ കഴിയാതെ, ദൈവത്തോട് അടുപ്പിക്കാൻ അനുവദിപ്പിക്കാതെ എവിടെയെങ്കിലും നിങ്ങൾ ആമേൻ സ്തോത്രം ഒതുക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തെ മറുപടി നടക്കുമെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളെ അകറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ, ഇന്ന് പകൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ അടുപ്പിക്കാൻ പോകുകയാ, നിന്നെ ഞാൻ ചേർത്ത് നിർത്താൻ പോകുകയാ. എന്തിനെന്നറിയോ? നിന്നെ ചേർത്ത് നിർത്തി നിന്റെ ശബ്ദം എനിക്കൊന്ന് കേൾക്കാൻ വേണ്ടി. പരക്കില്ലയോ, സ്തോത്രം. ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ്, ഞാൻ 5 വാക്ക് പറയാമെന്ന് പറഞ്ഞല്ലോ, ഞാൻ അതുകൂടെ പറഞ്ഞ് ഇന്ന് തൽക്കാലം ഈ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കാം. ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. 5 പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന 5ാമത്തെ പദം, സ്തോത്രം, എഴുതിക്കൊള്ളൂ. എൻ്റെ ക്ഷണോ, എൻ്റെ ക്ഷണോ, എൻ്റെ ക്ഷണോ, എൻ്റെ ക്ഷണോ. എൻ്റെ ക്ഷണോ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിനർത്ഥം? മധ്യസ്ഥത ചെയ്യുക. എൻ്റെ ക്ഷണോ അർത്ഥം മധ്യസ്ഥത ചെയ്യുക. മധ്യസ്ഥ അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് ആ വാക്കിന്. എൻ്റെ ക്ഷണോ എന്ന ഗ്രീക്ക് പദമാണ് മധ്യസ്ഥത, പക്ഷപാതം എന്ന പദത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. എന്നാണ് കുറച്ചുകൂടെ ലളിതമായ അർത്ഥം ആ എൻ്റെ ക്ഷണോ എന്ന പദത്തിന്? വേണ്ടി നിൽക്കുക. വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, സ്തോത്രം, വേണ്ടി നിൽക്കുക. ശിക്ഷക്കെതിരെ നിൽക്കുക. ശിക്ഷക്കെതിരെ നിൽക്കുക, വേണ്ടി നിൽക്കുക, അനുകൂല വിധിക്കായി അപേക്ഷിക്കുക. ഈ 3 അർത്ഥങ്ങളാണ് എൻ്റെ ക്ഷണോ എന്ന ഗ്രീക്ക് പദത്തിന് നൽകപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അനുകൂല വിധിക്കായി അപേക്ഷിക്കുക, ശിക്ഷക്കെതിരെ നിൽക്കുക, വേണ്ടി നിൽക്കുക, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുക. സ്തോത്രം. തിമോഥെയോസിന്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം വായിച്ചു തരാമോ? 1 തിമോഥെയോസ് 2-ാം അധ്യായം 2-ാം വാക്യം. വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. കണ്ടോ? അധികാരസ്ഥന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് എഴുതിയേക്കണേ? പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ വേണ്ടി നിൽക്കുക. ഇന്നയാൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, അധികാരസ്ഥന്മാർക്ക് വേണ്ടി. സ്തോത്രം. ഒത്തിരി ആശയങ്ങൾ അതിനകത്ത് ഹല്ലേലൂയ കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി, നമുക്കായി ചെയ്യുന്നതും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്നതും പക്ഷപാതമാണ്. എബ്രായലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം, റോമാലേഖനം സ്തോത്രം 8-ാം അധ്യായം 26, 34 ഈ വാക്യങ്ങൾ ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാനായി കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തു സ്വർഗത്തിൽ 7-ാം അധ്യായം 25-ാമത് വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, അങ്ങനെയാണ് ആ വാക്യം കിടക്കുന്നത്.
അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി സദാ മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. കേൾക്കൂ, അബ്രഹാം സോദോം പട്ടണത്തിന് വേണ്ടി എന്താ ചെയ്തത്? മധ്യസ്ഥ അണയ്ക്കുമല്ലായിരുന്നു ചെയ്തേ. സ്തോത്രം, ആമേൻ. മോശ ഇസ്രായേൽ മക്കൾക്കായി സ്തോത്രം മധ്യസ്ഥ അണയ്ക്കുകയല്ലേ ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളും, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ വസ്തുത നിങ്ങൾക്ക് ഗ്രഹിക്കുവാനായി കഴിയും. ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോഴേ നമുക്ക് മറ്റുള്ളവർക്കായി മധ്യസ്ഥത ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ സ്തോത്രം, ആമേൻ. ഈ ദിവസങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരിക. രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം, വ്യക്തികൾക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവിടെയെല്ലാം ആമേൻ സ്തോത്രം ഉപയോഗിക്കുന്ന പദമാ എൻഡക്ഷനോ എന്ന് പറഞ്ഞാൽ അവൻ വേണ്ടി നിൽക്കുക, വേണ്ടി, അവർക്ക് വേണ്ടി, ആ വിഷയത്തിന് വേണ്ടി, അനുകൂല വിധിക്കായി, ഒരു ദൈവപ്രവൃത്തിക്കായി, ആമേൻ സ്തോത്രം ശിക്ഷയ്ക്കെതിരായി നിന്നുകൊണ്ട് അവൻ മധ്യസ്ഥത അണയ്ക്കുന്ന കാര്യങ്ങൾ. ആമേൻ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവനോടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാൻ, പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരാൻ ദൈവം നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ ആ ഒരു തലത്തിലേക്ക് ഉയരാൻ എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. 5 കൂട്ടം കാര്യങ്ങളാണ് സ്തോത്രം ആമേൻ നമ്മൾ ഇന്ന് പകലിൽ ശ്രദ്ധിച്ചത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇപ്പോൾ എൻ്റെ വാക്കിവിടെ പിടിച്ചു നിർത്താം. പ്രാർത്ഥന എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന 5 ഗ്രീക്ക് പദങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറി. ഞാൻ വീണ്ടും ആ പദം 1 ഞാൻ ആവർത്തിക്കാം. 1 പ്രോസിക്കുമായി, 2 ഡിയോമായി, 3 എയ്റ്റിയോ, 4 പരാക്കിലിയോ, 5 എൻഡക്ഷനോ. സ്തോത്രം. 5 വേർഡുകൾ ആമേൻ. അതിനകത്തു നിന്നുള്ള വിശദീകരണങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. പ്രോസിക്കുമായി, 1 പ്രോസിക്കുമായി പ്രാർത്ഥിക്കുക, ഡിയോമായി യാചിക്കുക, അപേക്ഷിക്കുക, 3 എയ്റ്റിയോ ചോദിക്കുക, ആവശ്യപ്പെടുക, അറിയിക്കുക, 4 പരാക്കിലിയോ അടുക്കൽ വന്ന് നിലവിളിക്കുക, 5 എൻഡക്ഷനോ സ്തോത്രം മധ്യസ്ഥത ചെയ്യുക. ഈ 5 മേഖലകളിൽ നമ്മുടെ പ്രാർത്ഥന ജീവിതം നമുക്ക് പുഷ്ടിപ്പെടുത്താം, ശക്തിപ്പെടുത്താം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് തുണ നിൽക്കട്ടെ എന്ന് ആഹ്വാനത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവശബ്ദത്തിനായി സ്തോത്രം. വളരെ ശാന്തമായി പ്രാർത്ഥനയുടെ സവിശേഷത എന്താണ്, പ്രാർത്ഥനയുടെ പ്രത്യേകത ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അടുക്കൽ വന്ന് നിലവിളിക്കുവാൻ, ഞങ്ങൾ ദൈവത്തോട് ഞങ്ങളുടെ ആവശ്യങ്ങളെ ചോദിക്കുവാൻ, ഞങ്ങൾ അപേക്ഷിക്കുവാൻ, സ്തോത്രം മധ്യസ്ഥത ചെയ്യുവാൻ ഞങ്ങൾ എവിടുന്ന് പ്രാപ്തരാക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി സദാകാലവും മധ്യസ്ഥത ചെയ്യുന്ന, പക്ഷപാതം ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളിൽ വസിക്കുമ്പോൾ സ്തോത്രം, അങ്ങയുടെ വചനം ഞങ്ങളിൽ വസിക്കുമ്പോൾ, ഞങ്ങൾ അങ്ങയിലായിരിക്കുമ്പോൾ, ഞങ്ങൾ ഇച്ഛിക്കുന്നത് എന്തായാലും അപേക്ഷിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് കൈമാറുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഓടി വരികയാ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകലിൽ ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുകരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചതിന് നന്ദി. മഹത്വമെല്ലാം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.